പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേരളത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടന്നു, ഇലക്ഷൻ അല്ലേ? അതിലെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ ജനങ്ങളുടെ ആ ആർത്തി, തിക്കും തിരക്കും ഒക്കെ കണ്ടപ്പോൾ വോട്ട് ചെയ്യുന്നതിന് ഇതുവരെ ഇല്ലാത്ത ഇരുന്ന വിധത്തിലാണ് ഉള്ള ഒരു ആവേശമായിരുന്നു. അവർ ദാഹിച്ചിരുന്നതാണ്. എന്തിനാ ഒരു മാറ്റം, നിലവിലുള്ള സംവിധാനം ജനങ്ങൾ വെറുത്തു, അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഇത്രയും ആഗ്രഹിച്ച് കാത്തിരുന്ന ജനങ്ങളെ ഇത്രയും വലിയ ഒരു സമ്മാനം UDF കൊടുത്തപ്പോൾ അതിനെതിരെ ഒരു കൊഞ്ഞണം കുത്തുന്ന ഒരു രീതിയാണ് സ്ഥാനമോഹികൾ എല്ലാവർക്കും മുഖ്യമന്ത്രിമാരാകണം. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇതൊക്കെ ഇങ്ങനെയാണോ ഇവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ പറയുന്ന ഒന്ന് വേണുഗോപാൽ വളരെ സമർത്ഥനാണ്, വളരെ സീനിയറാണ്, വളരെ സമർത്ഥനാണ്. അദ്ദേഹം MP സ്ഥാനമുള്ള ആളാണ്, MP ആണ്. ആ MP ഇവിടെ വന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിട്ട് ആ MP സ്ഥാനം രാജിവെച്ച് ഒരു MLA ഇലക്ഷൻ നടത്തണം. വീണ്ടും MP സ്ഥാനത്തിന് വേണ്ടി മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ 2 ഇലക്ഷൻ നടത്തുന്ന കാശ് കൊണ്ട്, പണം കൊണ്ട് എത്ര പേർക്ക് 2-3 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള പണം ചിലവാക്കണ്ടേ? ഇതിനൊക്കെ സാധാരണക്കാരെന്താ മടയരാണെന്നാണോ ഇദ്ദേഹത്തിൻ്റെ വിചാരം? ഇദ്ദേഹത്തെ അതുവരെ മിണ്ടാതിരുന്ന് മൗനമായിട്ടിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇലക്ഷൻ സമയത്ത് എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇളക്കി വിട്ടുകയെന്നോട് വല്ല സമുദായ സ്നേഹികൾ, വല്ല സംഘടനകൾ, സമുദായ സംഘടനകളോ വല്ല അങ്ങനെയുള്ളവർ വല്ലവരും ഇളക്കി വിട്ടാണോ അദ്ദേഹത്തെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട്? അദ്ദേഹത്തിന് ഇത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ MLA ആയിരുന്നിരിക്കണമായിരുന്നു. അദ്ദേഹത്തിനൊരു പറയുന്നതിനൊരു കാര്യമുണ്ട്. MLA അല്ല, MP ആണ്. അപ്പോൾ ഇത്രയും ദുർവ്യയം ഇനിയും ഈ ജനതകൾ സഹിക്കണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫോഷ്കാണ്, വിഡ്ഢിത്തമാണ്. അങ്ങനെ ചെയ്യരുത്. ഹൈക്കമാൻഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ വെറുക്കും, അതിന് യാതൊരു സംശയമില്ല. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ഇതാണ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മുകൾ തലപ്പത്തുള്ളവരെ അറിയുന്നുണ്ടോ? അവർക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആവേശം മൂത്ത അണികൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് ഈ മാറ്റം കൊണ്ടുവന്ന പോലെ ഉടൻ തന്നെ ചിന്തിച്ച് മാറ്റം കൊണ്ടുവരും. ഇവിടെ KCക്ക് വേണ്ടി ഒരു MLA തിരഞ്ഞെടുപ്പ് നടത്തിയാൽ KC വരുത്തില്ല, BJP ആയിരിക്കും വരുന്നത്. ഇനിയും മറ്റൊരു കൂട്ടരും വരുത്തില്ല, BJPക്ക് വേണ്ടിയായിരിക്കും. അപ്പം അവരെ ക്ഷണിച്ച് വരുത്താനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ശോചനീയമായ ഒരവസ്ഥ ഇവരിങ്ങനെ സമൂഹത്തിൽ സൃഷ്ടിച്ചപ്പോൾ അത് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാനും വോട്ട് ചെയ്തതാണ്, എല്ലാവരും വോട്ട് ചെയ്ത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടുന്നത്, നമ്മളാണ് അവകാശികൾ, നമ്മളാണ് ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടുന്നത്. അതിന് മറ്റുള്ളവരാണ് തീരുമാനം എടുക്കുന്നത്, ശരിയാണ്, ഹൈക്കമാൻഡാണ്, അവരുടെ ഉന്നതതലങ്ങളിലുള്ളവരാണ്. പക്ഷേ അതിനൊരു മാർഗദർശനം നമ്മൾക്ക് കൊടുക്കാം, നമുക്ക് നിർദ്ദേശം വയ്ക്കണം, എല്ലാവരും അത് ചെയ്യണം. അതുകൊണ്ട് KCക്ക് മോശപ്പെട്ട നേതാവൊന്നുമല്ല, വളരെ സമർത്ഥനാണ്. പക്ഷേ ഇത് ഇപ്പോൾ പാടില്ലാത്തതാണ്. ജനങ്ങളുടെ മേൽ ദുർവ്യയമുണ്ടാക്കി ഇവിടുത്തെ അത്രയും തന്നെ പുരോഗതി തടയുകയാണ് ചെയ്യുന്നത് എന്ന് ഇനിയും നോക്കാം. ഇനിയും രമേശ് ചെന്നിത്തലയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ ഒരളവ് വരെ അദ്ദേഹത്തിന് വാശി പിടിക്കാൻ സത്യമുണ്ട്. കാരണം വളരെ സീനിയറായിട്ട് ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം. വളരെ മുൻപ് തന്നെ പലപ്പോഴും ഇങ്ങനെ വളരെ നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. ഇതിനു മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ജനങ്ങളും അങ്ങനെയൊക്കെ ഏകദേശം കുറേ പേരൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ വന്നില്ല. മറ്റു പലരുമാണ് വന്നത്. അദ്ദേഹത്തിന് ഇച്ചിരി അമർഷമൊക്കെ ആ സമയത്തുണ്ടെങ്കിലും അല്പമൊക്കെ മാറി നിന്നെങ്കിലും അദ്ദേഹം പിന്നെയും സമാധാനമായിട്ട് സന്തോഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു.
ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ വന്നപ്പോഴും ചെന്നിത്തലയ്ക്ക് അല്പം നീരസമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ തഴഞ്ഞു എന്നുള്ളത്. അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് അവകാശം ഉന്നയിക്കാം. പക്ഷേ ഇതിനു വേണ്ടി വളരെ ധൈര്യപൂർവ്വം ഭയമൊന്നുമില്ലാതെ യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ അക്ഷീണം പ്രവർത്തിച്ച ഒരാളാണ് വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലക്സ് വെച്ചവരെ ടെ മേൽ നടപടിയെടുക്കണം, അവരെ പുറത്താക്കണം, അവരെ വിസ്തരിക്കണം എന്നൊക്കെ അങ്ങോട്ട് നേതൃത്വം തീരുമാനിക്കുന്നതും ശുദ്ധ അസംബന്ധമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോൾ ബാക്കിയുള്ളവരുടെ പേരിൽ വന്നതിലെന്താ? അവിടെ ഫ്ലെക്സ് വന്നില്ലേ, പ്രകടനം നടന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ന്യായവും നീതിയും ഒക്കെ വേണം. അതായത് ഈ കേസിയെ ഇളക്കി വിട്ടതുപോലെ ഇനി മറ്റുള്ള ഓരോരുത്തരുടെയും മറ്റുള്ളവരെ അടിച്ചമർത്താനും കൂടെ നോക്കരുത്. അതിനു വേണ്ടി കേസി വരുന്നത് ഏറ്റവും വലിയ തെറ്റാണ്, മടയത്തരമാണ്. ആരത് ചെയ്താലും ഹൈക്കമാൻഡ് ചെയ്താലും BJPക്ക് ഒരു സീറ്റ് ക്ഷണിച്ചു കൊടുക്കുക. ഇലക്ഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വിളിച്ചങ്ങ് കൊടുക്കുക. ഒരു സീറ്റ് അങ്ങ് ഏർപ്പാട് ചെയ്ത് ആരെങ്കിലും കൊണ്ട് രാജിവെപ്പിച്ചിട്ട്. ആരും അങ്ങനെ ചെയ്യരുത്. ഒരു MLA യും രാജിവെക്കരുത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളെയാണ്, അല്ല വേറൊരാളെയല്ല. MP സ്ഥാനമുള്ള ഒരാളെയല്ല. MP സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരു MP മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ചിരുന്നതല്ലേ കെ സുധാകരൻ പറഞ്ഞപ്പോൾ? അപ്പോൾ വേണ്ടാത്ത കാര്യത്തിന് പോകരുത്, നമ്മൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും. ഇനിയും രമേശിന് കൊടുക്കണമെന്ന്, മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തെറ്റില്ല, അത് വീതം വയ്ക്കണം. ഇവർ രണ്ടുപേരുമേ ഉള്ളൂ, അല്ലാതെ കേസി ഇല്ല ഇതിനകത്ത്. അപ്പോൾ രമേശ് ചെന്നിത്തലയും പിന്നെ VD സതീശനുമാണുള്ളത്. രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറാണ്, ഇനി ഒരു അവസരം ഉണ്ടാകത്തില്ല. അങ്ങനെ വിചാരിച്ച് അദ്ദേഹത്തിന് 2 വർഷം കൊടുക്കുകയും ബാക്കി 3 വർഷം സതീശന് കൊടുക്കണം. കാരണം ചെന്നിത്തലയേക്കാൾ 1 വർഷം കൂടെ കൂടുതൽ കിട്ടണം. അദ്ദേഹത്തിൻ്റെ അധ്വാനം, വിയർപ്പൊഴുക്കിയത് ഇതുവേണ്ടിയായിരുന്നു, സ്വാർത്ഥതയില്ലാതെ. പിന്നെ ഇനി സ്വാർത്ഥത എന്ന് പറയുമ്പോൾ ഇതൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്തത് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവൊക്കെ അങ്ങനെ ആയിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ള, ഭരണകർത്താവാകുമെന്നുള്ള വിചാരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലുമൊക്കെ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ച അത്രയും ത്യാഗങ്ങൾ, കഷ്ടതകളൊക്കെ സഹിച്ചത് ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അന്നത്തെ നെഹ്റുവിൻ്റെ ആ പ്രകടനങ്ങൾ, ആ ജീവിതങ്ങൾ, ഇതെല്ലാം വിലയിരുത്തി ഓരോരുത്തർ പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് വേണ്ടാണ് സതീശൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും തെറ്റില്ല, അദ്ദേഹം അത്രത്തോളം അധ്വാനിച്ചു. അപ്പോൾ മറ്റയാൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നാൾ ഇദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ രണ്ടുപേരും അങ്ങനെ തീരുമാനിക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ. ഇനിയും സതീശനെ തഴയുകയാണെങ്കിൽ യാതൊരു കാരണവശാലും സതീശൻ മറ്റൊരു പദവി ഏൽക്കരുത്. ഒരു MLA ആയിട്ടിരുന്നോട്ടെ, കോൺഗ്രസിൻ്റെ MLA, നിസ്വാർത്ഥ സേവകനായിട്ടിരുന്നോട്ടെ. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെല്ലാവരും അതിന് സർവ്വജനങ്ങളും പ്രതികരിക്കണം. നമ്മളതിന് പാർട്ടിയായിട്ടോ മറ്റുള്ളവർ നോക്കണ്ട. തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളതാണ് ആ നേതാവ്, ആ പ്രതിനിധി, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളതാണ്. എല്ലാവരും പ്രതികരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യുകയും ഇത് മറ്റുള്ളവരിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് മടി വിചാരിക്കരുത്. എല്ലാവരിലും എത്തിക്കണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ധാരാളം പേര് അതിന് കമൻറ്റ് വിടട്ടെ, ചെയ്യട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ വേണം. ഒരിക്കലും അതിന് മടി വിചാരിക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്. പറഞ്ഞത് നീതിയും ന്യായവുമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഈ വോട്ട് ചെയ്ത ഓരോരുത്തർക്കും ബോധ്യം കാണും. ശരി, അതുകൊണ്ട് ചിന്തിക്കുക, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നന്മ വരട്ടെ. നമ്മുടെ നല്ല ഒരു നേതാവിനെ നമുക്ക് തിരഞ്ഞെടുത്ത്, ഈ 2 പേരിൽ ആരെങ്കിലും ആണല്ലോ, 2 പേർക്കും കിട്ടണം, അല്ല ഒരാളല്ല. അവർ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഒന്നാമത് ഇവിടെ പണമൊന്നുമില്ല, തൂത്തുവാരി സർവ്വതും പണയവും വെച്ച്, സർവ്വ സ്വത്തുക്കളും പണയവും വെച്ച് ദരിദ്രമായ ഒരു സംസ്ഥാനമാക്കി ഇട്ടിരിക്കുകയാണ് കേരളത്തെ. അതൊക്കെ ഓർമ്മ വേണം ഇവിടെ കിടന്ന് തുടിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി.
അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ. ജഗദീശ്വരൻ അതിനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.